ഗോളിലേക്ക് പോയിക്കൊണ്ട് ഗോളിലേക്ക് ബസ്സിന് 170 ആണ് വാങ്ങിച്ചത്. 170 ഇവിടുന്ന് പിടിക്കുന്നുള്ളൂ, കുറച്ച് കൂടുതലാണ് ശരിക്കും മണിക്കൂർ. അത് ബാക്കി ഗോളിലെത്തിരി നോക്കാം. ഗോളിലെത്തിരി ഗോൾ ഫോർട്ട് ഉണ്ട്, ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. മയക്കിനോട് എന്തോ ദേഷ്യമുണ്ട്, എവിടെ പോയാലും അവിടെ മഴ. ഇതുവരെ ഇല്ല, ഗാലയിൽ വന്ന് ഇറങ്ങുന്നു, മഴ പെയ്യുന്നു, അടിപൊളി. ഇതാണ് അവസ്ഥ. ബമ്പം ബസ് സ്റ്റേഷൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ആകെ മൊത്തം ചകലപുകിലാണ്. അവിടെ ഇലക്ഷന്റെ പ്രചാരണം നടക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗാലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇതിനുള്ളിൽ കയറാൻ പറ്റുന്ന കേട്ടോ. ഗാലെ ക്രിക്കറ്റ് ക്ലബ്ബാണ് ഈ കാണുന്നത്. മഹേന്ദ്ര രാജപക്ഷ പവലിയനൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത്. അടിപൊളി സ്റ്റേഡിയം കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ. ഞാനിവിടെ ഈ ബുക്ക് സെന്ററിൽ കയറി മ്യൂസിയത്തിന്റെ അകത്ത് ജസ്റ്റ് എന്റെ ബാഗ് വെച്ചിട്ട് ഓടാണ്, കാരണം വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതായത് ഈ ഡച്ച് ഫോർട്ടിന് ഒരു പ്രോപ്പർ എൻട്രൻസോ അല്ലെങ്കിൽ ടിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. ഇവരൊരു ഫോർട്ട്, ഒരു കോട്ട ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫോർട്ട് ഒന്ന് ചുറ്റി കാണിച്ചതാ. ഡച്ചുകാരുണ്ടാക്കിയതാട്ടോ. ഡച്ച് ഫോർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ സാധനം. അതായത് ഇതിന്റെ അകത്ത് തന്നെ ഇവരെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഇത് ഹൈക്കോർട്ടാണ്, പിന്നെ ആ കാണുന്ന ഡിസ്ട്രിക്ട് കോർട്ടാണ്. നമ്മൾ കയറി വന്നിട്ട് മ്യൂസിയം ഉണ്ടായിരുന്നു, അതിന് കുറച്ച് ലൈറ്റ് ഹൗസ് ഉണ്ട്. ഒരു കോട്ട തന്നെ കെട്ടിപ്പണിതാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. അപ്പൊ ഒരു പ്ലാൻ ഉണ്ട് എന്റെ കയ്യിൽ. പ്ലാൻ ഒന്നും ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ആകെ മഴ പേര് ചളിവിലായിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ പ്ലാനിൽ ലാസ്റ്റ് ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരണം. ഗോളില് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഉണ്ട് കാണാൻ. ഇത് മാത്രല്ല, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണ ഹെക്കഡോവ ബീച്ച്, നല്ല ബീച്ചാണത്. അതുപോലെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ നമ്മളാകെ മഴയത്ത് കുടുങ്ങി. ഓട്ടോയിൽ കയറിയിട്ട് കറങ്ങാൻ വെച്ചു, കാരണം മഴ പെയ്യാനുണ്ട്. ഇതാണ് മീലാദുൻ നബി സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ പറയാ, ഇവിടുത്തെ പള്ളിയാണ്. എന്തായാലും അടിപൊളി. അപ്പൊ അങ്ങനെ നബിദിന്റെ ആഘോഷമൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ആ വണ്ടി കയറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴ പെയ്യാണ്ട് വെറുതെ മഴ നനഞ്ഞ് പോകണ്ടല്ലോ. അപ്പൊ അയാൾ 1000 മൊത്തം ഫോർട്ട് ഇങ്ങനെ ചുറ്റി കാണിച്ചു തരാന്ന് പറഞ്ഞു. അത്രത്തോളം ഉണ്ടോ അറിയില്ല. പിന്നെ തിരിച്ച് എയർപോർട്ടിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പൊ ഏറ്റവും ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. ലൈറ്റ് ഹൗസ് കേട്ടോ. ലൈറ്റ് ഹൗസ് ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ഫോർട്ടിലേക്ക് ഇപ്പൊ എൻട്രി ഇല്ല, കാരണം എൻട്രി ഇല്ല എന്നല്ല പറയുന്നത്, എൻട്രി കൊടുക്കലില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചതാണ്. 1939 ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ്. കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, ഫോർട്ട് കുറെ കാണാൻ പറ്റുമായിരുന്നു. തൽക്കാലം പുള്ളി ഇവിടെ ഉള്ളൊരു സ്ഥലത്ത് കയറിക്കോന്ന് പറഞ്ഞു. ഒന്ന് നോക്കി നോക്കട്ടെ. ഇതാണ് ഗാലനം. ഇതിന്റെ ലൈറ്റ് ഹൗസിന് ഇവിടെ കയറി നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഗാല ബീച്ചാണ് ഈ കാണുന്നത്. അതുപോലെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസ് കയറാൻ കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. മേ ബി ഡേഞ്ചർ ആവണം, എന്താ അവർ അനുവദിക്കുന്നില്ല. അപ്പം ഓക്കെ, ഇവിടുന്ന് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. ജമ്പ് ചെയ്യരുതെന്ന് എഴുതി വെച്ചത്. അപ്പൊ ജമ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ടീമിലെപ്പോൾ ചെയ്താൽ മതി എനിക്ക് ഉദ്ദേശിച്ചത്. ഇതൊക്കെ കീടിലം ജമ്പാട്ടോ. ഓ, അടിപൊളി വ്യൂ ആണുണ്ടോ. ഇവിടുന്ന് കയറി വന്നാൽ ഒരു അടിപൊളി ജമ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നീന്തൽ അറിയാത്ത ആൾക്കാരൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീരുമാനമായി ഡിമ്മായി, ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇതാ ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ. ബോട്ട് ഫുള്ള് ബീച്ചിനെ തെറ്റാക്കി ഉണ്ടാക്കിയത്. അവിടെ അങ്ങനെ ലോങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം. ബസ് തരുമോ? നല്ല തരുമോ? തരാം. നിങ്ങൾ തമിഴ് അവിടെയാ.
அவனுக்கு எல்லா விட வீடு இருக்கு. എല്ലാം எல்லா விட ஆஸ்திரேலியால, இங்கிலாந்துல. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ഡച്ച് ഫോർട്ടിലെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ കഴിഞ്ഞ് വന്നിട്ട് ഒരു കാഴ്ച കാണിച്ചില്ല. കിടിലൻ ഗ്രൗണ്ട്, இன்டர்நேஷனல் கிரிக்கெட் கிரவுண்ட். ഇന്റർനാഷണൽ ഗാലെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ കാണുന്നത്. പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഈ മന്ത് ഇപ്പൊ അവസാനം ന്യൂസിലാൻഡ് ശ്രീലങ്ക കളി നടക്കാനുള്ള കൂടാ പോലും. പൊളി, നമുക്ക് ഫുള്ള് ഫോർട്ടിന്റെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അത് വഴിയിലുള്ള കൂടെ ഞാൻ വന്നത്. വന്ന് അങ്ങനെ ഇവിടെ എത്തിയതാണ്. ഇപ്പൊ കുറെ നടന്നിട്ട് നമ്മൾ പെട്ടുപോയനെ. അപ്പൊ ഇയാളെ പോലെ അങ്ങനെ ഡ്രൈവറെ കിട്ടിയതുകൊണ്ട് നന്നായി. ഒരു ഏരിയ മനസ്സിലാക്കാൻ ലോക്കലാണ് ഏറ്റവും നല്ലതെന്ന് അറിയില്ല. അതുപോലെ വീട്ടിലെ ആളൊരു ഹോട്ടലുണ്ട്. നമ്മൾ താഴെ കണ്ട പരിപാടി ഇപ്പോഴും തീർന്നില്ല കേട്ടോ. അവിടെ ആ ഒരു ഇത് എന്നെ പാട്ട് இது எலெக்ஷன் എപ്പോ വേറെ ഇലക്ഷൻ? எலெக்ஷனுக்கு 2021 സെപ്റ്റംബർ. ഇതിവിടെ റൂഫ് ഓഫ് ഗൺ പൗഡർ മാഗസിൻ പറയുന്നത് ഇത് ബാങ്കറാണെന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ആയിരുന്നു പണ്ട് കാലത്ത് ആയുധങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചെന്നല്ലേ. നല്ലൊരു ഡ്രൈവറാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് കുറെ സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. ആകെ 1000. ഓ இந்த ഏരിയയിലതാ അണ്ടർഗ്രൗണ്ട് ഇരിക്കും അല്ലേ. പുള്ളി കുറച്ച് തമിഴ് അറിയാം കേട്ടോ, അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ ഇതണ്ട ഫുള്ള് കോട്ട നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മേബി ഈ പോണ്ടിച്ചേരിയൊക്കെ ഇതുപോലെ ആയിരിക്കും തോന്നുന്നു ഫോട്ടോ. ബ്രിട്ടീഷുകാർ അന്ധകാലത്ത് ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബ്രിട്ടീഷ് അല്ല, ഇവിടെ ഡച്ച്. ഫുൾ ഏരിയ ഉണ്ടോ. ഒരു ഈവനിങ് ഇങ്ങനെ നടക്കാനുള്ളതുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് എല്ലാം കാണുകയും ചെയ്യും. അടിപൊളി, നല്ല രസമാണ്. ലോക്കൽസ് ആണ് കുറെ ആൾക്കാർ വന്നിരിക്കുന്നത് ഇവിടൊക്കെ. നമ്മള് പുറത്തേക്ക് എത്തിട്ടാ. അപ്പൊ ആള് നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഞാൻ നമ്പറൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യാം. ആ പ്രൈസ് കാര്യം ഇപ്പൊ നല്ലൊരു ഫുഡ് കഴിക്കാറുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. Introduce your shop. What's the shop name? അപ്പൊ നമ്മളിവിടെ വന്നിട്ട് സ്പൈസ് ഷോപ്പിൽ വന്നതാണ്. അപ്പൊ അതിന് ബ്ലാക്ക് ടീ ആണ് വന്നിട്ടുള്ളത്. 1400 ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് വൈറ്റ് ടീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന് 3800 പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളിതൊന്നും കൊണ്ട് യൂസ് ചെയ്തില്ലെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മൾ ബ്ലാക്ക് ടീ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ ജൽപാർവാന വണ്ടിയിൽ നമുക്ക് പോകാം. ഇപ്പോ നമ്മളതിന് ദോശയാണ് ഇവിടെ വന്നിട്ട് കഴിക്കാത്ത ഒരു സാധനം. ദോശ, എഗ് ദോശയും മസാല ചായ കേട്ടോ. ഇവര് പക്ക ഒരു തമിഴ്നാട് ഷോപ്പാണെന്ന് തോന്നുന്നത്. കാരണം ഫുള്ള് തമിഴ് പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, തമിഴ് മനസ്സിലാവുന്നുണ്ട്. ഭൂപതി വില്ലേജ് എന്നാട്ടോ കൊണ്ടുവന്ന്. നമുക്കൊരു നാട് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് അവിടുത്തെ ലോക്കലിലൂടെ ട്രാവൽ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തുള്ളത് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സമയമുണ്ട്. നല്ല നമുക്ക് കയറിയിട്ട് അടുത്ത ബസ്സിനങ്ങ് പോകാൻ നേരത്തെ അവിടെ എത്താം. ഇത് കൊളംബോ ബസ്സാണ്. ഇത് ഒരു മണിക്കൂറങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം പോകുന്ന പറഞ്ഞിട്ട് എടുത്തതാണ്. 2 മണിക്കൂറല്ല, മറ്റേ ബസ് പോയിണ്ടായിരുന്നു. പക്ഷെ മറ്റേ ബസ് സ്റ്റോപ്പ് നിർത്തും. ഇതിലിപ്പോ അങ്ങനെ സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ AC ബസ് പറഞ്ഞിട്ട് കയറിയതാണ്. എന്താവും എന്തോ 10 മിനിറ്റ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരുമാതിരി ഭയങ്കര വെയിറ്റിംഗ് ആയി. ഫുള്ള് ബസ് ഫുള്ളായതിനു ശേഷം അങ്ങനെ അവസാനം നമ്മള് കൊളംബോയിൽ തിരിച്ചെത്തി. ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു ആ ഒരു ബസ് എടുക്കാന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, 3 മണിക്കൂർ എടുത്തു ഇവിടെ എത്താന്. നമ്മൾ ഓൾറെഡി 1/4 മണിക്കൂർ ലേറ്റ് അവിടുന്ന് ബസ് എടുത്തത്. പിന്നെ എത്ര ടൈം എടുത്തു? 9:45 അപ്പൊ ഇവിടെ എത്തുന്നേ. അപ്പൊ അവിടെയും ഫുഡില്ല. ആകെയുള്ള ഓപ്ഷൻ പറഞ്ഞാൽ KFC മാത്രമാണ്. KFC മാങ്ങ കിട്ടുമെന്നുള്ള നോക്കിയത്. കോമഡി എന്താ വെച്ചാല് നമ്മുടെ ഒരു KFC കാണാത്ത സംഭവം ഇവിടെ ഉള്ളത് എന്താ, മൊത്തം ബിരിയാണി ഐറ്റംസാ. ഏത് മന്തി ദർബാറാണോ അല്ലെങ്കിൽ ഇനി KFC എന്നാണോ ഞാൻ ഡൗട്ട് ചെയ്തത്. മൊത്തം ബിരിയാണി എല്ലാ ഐറ്റംസും ബിരിയാണി വിത്ത് സൈഡായിട്ടാണ് ചിക്കൻ വെക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ 870 ഒരു സാധനം ഓർഡർ ചെയ്ത് ജസ്റ്റ് എന്തെങ്കിലും റൈസ് വന്നാളെന്ന് പറഞ്ഞേ വെള്ളം എടുത്തിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് ക്വാണ്ടിറ്റി കണ്ട് പകച്ചു പോയിട്ട് ആകെ എത്ര റൈസേ ഉള്ളൂ. അതിന്റെ കൂടെ ഈ 2 ഡ്രം സ്റ്റിക്കും പിന്നെ ഗ്രേവിയും തന്നിട്ടുണ്ട്. വേറെ ഒന്നില്ല. കഴിച്ചോക്കട്ടെ. చాలా തോറന്നെ ചോറ് കുഴപ്പമില്ല, അടിപൊളി.
ഇപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ ഗൈസ് KFC അല്ല, ബിരിയാണി കട എന്ന് പറഞ്ഞിട്ട് മൊത്തം ബിരിയാണി സ്റ്റൈല് സാധനങ്ങളാണ്. പക്ഷെ ഫുഡ് മോശമല്ലായിരുന്നു. എനിക്കൊന്ന് ഓരോ നാട്ടിലും ആവശ്യമുള്ള പോലെ മെനു മാറ്റാൻ തോന്നുന്നു KFCന്റെ. എനിക്കൊന്ന് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ചോറിന് വേറെ വല്ല പൊറോട്ടയും കറിയും പിന്നെ ചിക്കന് വേറെ എന്താക്കിയാൽ മതി, ബ്രോസ്റ്റും കൊടുത്താൽ മതി. അതാണ് പണ്ടാവനി. വളരെ ലേറ്റ് ആണുള്ള ക്ഷീണമുണ്ട്. എവരിഡേ ടു മച്ച് ആക്ടിവിറ്റിയും ടു മച്ച് ട്രാവലും ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇനി വേഗം ഹോസ്റ്റൽ പിടിക്കാം, കിടന്നുറങ്ങണം. ജസ്റ്റ് ഒന്ന് ഹോസ്റ്റലിൽ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിരുന്ന ഹോസ്റ്റല്. സോ ബൈ ബൈ. നമ്മളിന്ന് രാവിലെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് വെയിൽ വാച്ചിങ്ങിന് പോയി. വെയിൽ കണ്ടില്ല, ഡോക്ടർ മാത്രം കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ വന്നതിന് സ്ഥലത്ത് കൂടി പോയി. പിന്നെ മഴ തുടങ്ങി. പിന്നെ നമ്മൾ ഗാലയിൽ വന്നു. ഗോൾഡിൽ വന്നതിന് ശേഷം നമ്മൾ ഫോർട്ട് കണ്ടു. അവിടെ നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡ്രൈവറെ കിട്ടി. അവിടെ കൂടെ ഫുള്ള് കറങ്ങി ഭക്ഷണം കഴിച്ച് നേരെ കൊളംബോയിലേക്കുള്ള ബസ് കയറി. അത് 2 കുട്ടി ബസ്സായിരുന്നു. സാധാ പ്രൈവറ്റ് ബസ്സിൽ തന്നെ വന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നാളെ കൊളംബോയിൽ ഹാഫ് ഡേ ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈങ് ടു കേരള. സോ ബൈ ബൈ.